ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ്. നമ്മൾ റിപ്പീറ്റേഴ്സിനോട് എന്ന് പറഞ്ഞുള്ള സീരീസിൽ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്ന സാധനമല്ലേ, നിങ്ങൾക്ക് ഓരോ പരീക്ഷ എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന മാർക്ക്, അത് ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു സാധനമല്ല. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി നിങ്ങളെ ബാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾ എക്സാം സമയത്ത് നിങ്ങൾ എത്രത്തോളം മെൻ്റലി ഹാപ്പിയാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എക്സാമിന് മുമ്പ് വളരെ പാനിക്കായിട്ട് ടെൻഷൻ അടിച്ച് പേടിയായിട്ട് എഴുതുമ്പോൾ മാർക്ക് കുറയും, ഹാപ്പി ആയിട്ട് എഴുതുമ്പോൾ മാർക്ക് കൂടുക ഒരു കാര്യമാണ്. അപ്പോൾ നല്ലോണം പഠിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, മാർക്ക് എത്രത്തോളം കിട്ടുന്നതനുസരിച്ചിട്ട്. പക്ഷേ ഇത് മാത്രമാണോ കാര്യങ്ങൾ? ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് എക്സാം ഇടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു സമയത്തെ പോളിസീസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോപ്പയിൽ എന്തുണ്ട്, ഡോപ്പയിൽ നമ്മൾ മെൻറ്റേഴ്സിൻ്റെ റിസൾട്ട് അനാലിസിസ് ഇങ്ങനത്തുള്ളൊരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഡോപ്പയിൽ ഏറ്റവും ബെസ്റ്റ് മെൻറ്റേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് എല്ലാ വീക്കിലും വരുന്ന ഓരോ ബാച്ചിൻ്റെ റിസൾട്ട്സ് എടുത്ത് ഇങ്ങനെ നോക്കും. നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരാണ് ഏറ്റവും നല്ലോണം പഠിക്കുന്നത്, ആരുടെയാണ് മാർക്ക് കുറയുന്നത്, ആരാണ് കയറി വരുന്നത്, ആരാണ് ഏറ്റവും ബാക്കിലായി പോകുന്നത്, ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മെൻറ്റേഴ്സ് നോക്കുമ്പോൾ സപ്പോസ് ഒരു പരീക്ഷയിൽ എല്ലാവർക്കും നല്ല മാർക്കാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മെൻറ്റേഴ്സ് ഇങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ, നമുക്ക് അടുത്ത എക്സാമിന് എന്തായാലും കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടണം എന്ന് വിചാരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഈ മെൻറ്റേഴ്സിൻ്റെ ഇതുപോലത്തെ ഇൻസ്ട്രക്ഷൻ പ്രകാരം കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള, കുറച്ച് പാടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ്. അത് എഴുതുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പ് ആവും. അപ്പോൾ കുറച്ച് എക്സാമിൽ നിങ്ങളുടെ മാർക്ക് ഡ്രോപ്പായി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഈ മെൻറ്റേഴ്സൊക്കെ ഇവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, അയ്യോ കുറേ നാളായിട്ട് ഇവർക്ക് മാർക്ക് കുറവാണല്ലോ, ഇവർക്കൊക്കെ ഭയങ്കര ഡീമോട്ടിവേറ്റ് ആവും, അവർക്ക് സങ്കടമായിട്ടുണ്ടാവും കുട്ടികൾക്ക്. അതുകൊണ്ട് അടുത്ത എക്സാമിൻ്റെ മാർക്ക് പരീക്ഷാ പേപ്പർ കുറച്ച് എളുപ്പമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടി വരും. സോ ഇതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ പോളിസീസ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോപ്പയിലാണെങ്കിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള എക്സാംസ് ഇട്ട് തരും, എളുപ്പമുള്ള എക്സാംസ് ഇട്ട് തരും, ഏറ്റവും പാടുള്ള എക്സാം ഇട്ട് തരും, ആൻഡ് നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരും. പല ടൈപ്പ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എല്ലാ എക്സ്പോഷറും കിട്ടാറുണ്ട്. കാരണം നമ്മൾ എൻട്രൻസ് എക്സാമിന് പോകുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം, നിങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു തരിക. സോ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കും. സോ ഇത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എന്താവരുത്, നെഗറ്റീവ് ആവരുത്. അത് റിപ്പീറ്റേഴ്സിനോട് സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. കാരണം അയ്യോ സാറേ എൻ്റെ മാർക്ക് കുറവാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് പഠിക്കാൻ ഒരു മൂഡും ഇല്ല, എനിക്കൊരു അവസ്ഥയില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. നോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, മാർക്ക് ഈസ് അനദർ തിങ് ആൻഡ് എൻ്റെ എഫേർട്ട് ഈസ് അനദർ തിങ്. എൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ നല്ല സ്ട്രോങ് ആക്കി തന്നെ കൊണ്ടുപോകും. ഓരോ ദിവസവും കൂട്ടും. ഞാൻ മിനിമം ഒരു 12 മണിക്കൂർ എല്ലാ ദിവസവും പഠിക്കും, പറ്റിയാൽ പിന്നെ പഠിക്കും. ഞാൻ എല്ലാ ദിവസവും ഒരു 100 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. ഒരു 5-6 മണിക്കൂർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം വെക്കും. ആ ഒരു സാധനം വെക്കുക, അതിങ്ങനെ കൊണ്ടുപോകുക. ഡെയിലി തീർക്കേണ്ട വർക്കുകൾ അന്നും തീർക്കുക. നമ്മൾ നമ്മുടെ വലിയൊരു സ്വപ്നത്തിലേക്ക് വേണ്ടി നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ സ്വപ്നത്തിലേക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുന്ന നേരത്ത് ഞാൻ ഇത്രേ പണി എടുക്കുള്ളൂ, ഇത്രേ ആവുള്ളൂ എന്നല്ല, നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ അങ്ങേയറ്റ പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. ഈ പണി എടുക്കുന്നത് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുക, മാർക്ക് പുറകെ വന്നോളും, അത് കൂടി വന്നോളും, ആൻഡ് ഫൈനലി നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിക്കോളും. അതുകൊണ്ട് ഓരോ എക്സാമിൻ്റെ മാർക്ക് എന്ത് ചെയ്യരുത്, മൈൻഡ് ആക്കണ്ട. ആൻഡ് നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സിനും എനിക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആൻഡ് ഐ വിൽ ബി ആൻസറിങ് പേഴ്സണലി. ഡോപ്പയുടെ ഒഫീഷ്യൽ ചാനലിൽ നിന്ന് തരുന്ന പല ആൻസറുകളും ഞാൻ പേഴ്സണലി തരുന്ന ആൻസറുകളാണ്. ഞാൻ തന്നെ ആൻസർ തരുന്നുണ്ടാവും. അതുപോലെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ വന്ന് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ആൻഡ് എല്ലാ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിപ്പീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. കാരണം ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദം ഓൾസോ. അവരും കൂടി വരട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാം. ആൻഡ് വിൽ മീറ്റ് യു അറ്റ് മെഡിക്കൽ കോളേജ് ആൻഡ് ഫോർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ബൈ. വിൽ സീ യു ഓൺ അനദർ വീഡിയോ.